നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഒരു വലിയ പേരാണ് അല്ലേ വി.എസ്. അച്യുതാനന്ദൻ. അദ്ദേഹത്തിന്റെ ജീവിതവും ആ രാഷ്ട്രീയ യാത്രയുമാണ് നമ്മളിന്ന് കുറച്ചുകൂടി അടുത്തു നോക്കുന്നത്. അതെ, നമ്മുടെ കയ്യിലുള്ളത് ടി.എം. തോമസ് ഐസക് എഴുതിയ വി.എസ്. പോരാട്ടത്തിന്റെ അഗ്നിപഥം എന്ന പുസ്തകത്തിലെ ഒരു ഭാഗമാണ്. അത് ശ്രദ്ധേയമാണ്. കാരണം വി.എസിനോടൊപ്പം ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണല്ലോ ഐസക്. അപ്പോൾ ഒരു ഇൻസൈഡർ പെർസ്പെക്റ്റീവ് കിട്ടും. തീർച്ചയായും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും നോക്കുന്നത് ഇത്രയും ദശാബ്ദങ്ങൾ നീണ്ടൊരു രാഷ്ട്രീയ ജീവിതം, അതിലെ പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് ആ വ്യക്തിത്വത്തിന്റെ ഒരു കാതൽ, അതാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ ഈയൊരു ചോദ്യം, എങ്ങനെയാണ് ഒരു നേതാവിന് ഇത്രയും കാലം ജനങ്ങളുമായിട്ട്, സാധാരണക്കാരുമായിട്ട് ഇത്ര ആഴത്തിലൊരു ബന്ധം അതെ, അത് നിലനിർത്താൻ പറ്റിയത്? ചിലപ്പോൾ ഈ ലേഖനത്തിൽ അതിനുള്ള ചില ഉണ്ടാവാം. നമുക്ക് നോക്കാം. വി.എസിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? വളരെ സാധാരണ ഒരു പശ്ചാത്തലം. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും മരിച്ചു. അതോടെ 7ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തേണ്ടി വന്നു. അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പിന്നെ നേരെ ജോലിക്ക്, ഒരു കയർ ഫാക്ടറിയിൽ. അവിടെ വെച്ചാണ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, തൊഴിലാളി പ്രസ്ഥാനത്തിലേക്ക്. അതെ, അവിടെയാണ് ഈ ജൈവബന്ധം എന്ന് തോമസ് ഐസക് പറയുന്നത്. അതായത് വെറുതെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാളല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന്. ആ തൊഴിലാളി വർഗബോധം രൂപപ്പെടുന്നത് അവിടെയാണ്. ശരിയാണ്. പിന്നീട് പി. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം, കുട്ടനാട്ടിലേക്ക് പോകുന്നു, കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ. അതും പ്രധാനമാണ്. പിന്നെ സൈമൺ ആശാനോടൊപ്പം ചേർന്ന് ചെത്തുതൊഴിലാളികളെ. അതൊരു വലിയൊരു മുന്നേറ്റമായിരുന്നു. 2001 വരെ അതിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു എന്ന് ഓർക്കണം. അത്രയും കാലം. അതെ. അപ്പോൾ ആ താഴെത്തട്ടിലുള്ള ബന്ധം, ആ വേരുകൾ, അത് അദ്ദേഹം വിട്ടില്ല എന്ന് വ്യക്തം. 1943 ആയപ്പോഴേക്കും മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകനായി. അതിനുശേഷമാണ് പുന്നപ്ര വയലാർ സമരം വരുന്നത്. അന്നത്തെ ദിവാൻ ഭരണത്തിനെതിരെയുള്ള ആ വലിയ പ്രക്ഷോഭം. ചരിത്ര സംഭവം തന്നെ. അതിൽ പങ്കെടുത്തതിന് അറസ്റ്റിലായി. ഭയങ്കരമായ മർദ്ദനമാണ് പിന്നെ നേരിടേണ്ടി വന്നത്. ആ സംഭവം ഐസക് വിവരിക്കുന്നുണ്ടല്ലോ. ലോക്കപ്പിന്റെ അഴികളിൽ കാല് പുറത്തേറ്റ് കെട്ടിയിട്ട്. അതെ, അകത്തുനിന്നും പുറത്തുനിന്നും ഒരേ സമയം മർദ്ദിക്കുക. മരിച്ചുവെന്ന് കരുതി ഉപേക്ഷിക്കാൻ വരെ നോക്കിയെന്നാണ് പറയുന്നത്. സങ്കൽപ്പിക്കാൻ പോലും വയ്യ. പക്ഷെ അതിനെയും അദ്ദേഹം അതിജീവിച്ചു. ആ ഒരു അതിജീവന ശേഷി, അത് ഭയങ്കരമാണ്. ആ പരിക്കുകളിൽ നിന്നൊക്കെ ഭേദമായി വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമായി. പിന്നെ പാർട്ടി നിരോധിച്ച കാലം വന്നു, 1948-42. അപ്പോ ഒളിവിൽ പോകേണ്ടി വന്നു. ഒളിവിൽ പോയി പ്രവർത്തിച്ചു. അതിനുശേഷം പതുക്കെ പതുക്കെ പാർട്ടി പദവികളിൽ ഉയർന്നു. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി, പിന്നെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ്, അങ്ങനെ. 1958 ദേവികുളം ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ കാര്യവും പറയുന്നുണ്ടല്ലോ. റോസമ്മ പുന്നൂസിന്റെ വിജയം, അതിൽ വി.എസിന്റെ പങ്ക് വലുതായിരുന്നു എന്ന്. അതെ, ആ സംഘാടക മികവ് അവിടെ കാണാം. പിന്നെയാണ് 1964 പാർട്ടിയുടെ ചരിത്രത്തിലെ ആ വലിയ പിളർപ്പ്. ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന 32 പേർ CPIM രൂപീകരിക്കുന്നു. അതിൽ ഒരാൾ വി.എസ്. ആയിരുന്നു. അതൊരു നിർണായകമായ ചുവടുവെപ്പായിരുന്നു. അതിനുശേഷം പിന്നെ ദീർഘകാലം CPIM സംസ്ഥാന സെക്രട്ടറിയായി, 1980 മുതൽ 92 വരെ. അതെ, പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഒന്നാണത്. അതോടൊപ്പം പോളിറ്റ് ബ്യൂറോയിലും അംഗമായി 1985 മുതൽ 2009 വരെ. ശരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, താഴെത്തട്ടിലെ ഒരു പ്രവർത്തകനിൽ നിന്ന് തുടങ്ങി പാർട്ടിയുടെ ഏറ്റവും ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയൊരു യാത്ര. നിയമസഭയിലും സജീവമായിരുന്നല്ലോ. 7 തവണ MLA ആയിട്ടുണ്ട്, 2 തവണ പ്രതിപക്ഷ നേതാവ്, ഒടുവിൽ മുഖ്യമന്ത്രിയും. ആ ജനകീയാസൂത്രണ കാലത്തെക്കുറിച്ച് ഐസക് ഒരു അനുഭവം പറയുന്നുണ്ട്. അത് രസകരമാണ്. അന്ന് ആസൂത്രണത്തിന്റെ ഉന്നതാധികാര സമിതി അധ്യക്ഷൻ വി.എസ്. ആയിരുന്നു. അദ്ദേഹം നേരിട്ട് പഞ്ചായത്തുകൾ സന്ദർശിക്കാൻ തീരുമാനിച്ചു. എത്രയെണ്ണം സന്ദർശിച്ചു എന്നാണ്? ഏകദേശം 200 തദ്ദേശ സ്ഥാപനങ്ങളെങ്കിലും പോയിട്ടുണ്ടെന്നാണ് ഐസാക്ക് പറയുന്നത്. ഓഹോ. അപ്പോ അതാണ് ശ്രദ്ധിക്കേണ്ടത്. എത്ര ഉന്നത പദവിയിലിരുന്നാലും താഴേക്കിറങ്ങിച്ചെല്ലാനുള്ള ഒരു മനസ്സ്, നേരിട്ട് കാര്യങ്ങൾ അറിയാനുള്ള ശ്രമം. ആ ഒരു ശൈലി പിന്നീട് മുഖ്യമന്ത്രിയായപ്പോഴും ഒരു പരിധിവരെ തുടർന്നു എന്ന് പറയാമല്ലേ? ഒരുപക്ഷേ. അതോടൊപ്പം വലിയ വികസന പദ്ധതികളിലും ശ്രദ്ധ കൊടുത്തു. അതെ, അതും ഐസാക്ക് എടുത്തു പറയുന്നുണ്ട്. വിഴിഞ്ഞം തുറമുഖം, കൊച്ചിയിലെ IT വികസനം, പ്രത്യേകിച്ച് സ്വതന്ത്ര സോഫ്റ്റ്വെയറിന് കൊടുത്ത പ്രാധാന്യം. അതിന്റെ ഭാഗമായിട്ടാണ് IC ഫോഴ്സ് ഒക്കെ വരുന്നത്. ശരിയാണ്.
ഇന്റർനാഷണൽ സെന്റർ ഫോർ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ, പിന്നെ മലബാർ പാക്കേജും. അതെ. അപ്പോ ഒരു വശത്ത് സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ, മറുവശത്ത് വലിയ വികസന പദ്ധതികൾ, ഒരു ബാലൻസിംഗ് അവിടെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ആ പാർട്ടിയോടും തൊഴിലാളി വർഗത്തോടുമുള്ള ഒരു ജീവിതകാലം മുഴുവൻ നീണ്ടുനിന്ന പ്രതിബദ്ധത. ശരിയാണ്. 2, ആ അതിജീവനശേഷി, കഷ്ടപ്പാടുകളെ, മർദ്ദനങ്ങളെയൊക്കെ തരണം ചെയ്യാനുള്ള കഴിവ്. 3, പല റോളുകളിലുള്ള നേതൃത്വം, സംഘാടകൻ, MLA, ഭരണാധികാരി. അതെ. 4, ആ താഴെത്തട്ടിലുള്ള ബന്ധവും നയപരമായ കാര്യങ്ങളും ഒരുമിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം. തീർച്ചയായും. ശരിക്കും പറഞ്ഞാൽ പതിറ്റാണ്ടുകളോളം കേരള രാഷ്ട്രീയത്തെ സ്വാധീനിച്ച ഒരാൾ, നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ വളർന്നുവന്ന നേതാവ്, ജനങ്ങളുമായി ഒരു പ്രത്യേക കണക്ഷൻ എപ്പോഴും സൂക്ഷിച്ചു. അതാണ് ഈ ലേഖനം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ആദ്യകാല ജീവിതാനുഭവങ്ങൾ, ആ താഴെത്തട്ടിലുള്ള പ്രവർത്തനം, അതെങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പിന്നീടുള്ള രാഷ്ട്രീയത്തെ രൂപപ്പെടുത്തിയത് എന്നാണ്. വളരെ ശരിയാണ്. തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ നടന്ന കാലം മുതൽ മുഖ്യമന്ത്രിയായ കാലം വരെ ഒരു തുടർച്ച കാണാം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കാര്യത്തിലുള്ള ഒരു ശ്രദ്ധ, അത് സ്ഥിരമായി അവിടെയുണ്ട്. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ലേഖകൻ അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. VSന്റെ വിയോഗം ഒരു വലിയ ശൂന്യത ഉണ്ടാക്കിയെന്ന്. നമുക്കൊന്നാലോചിക്കാം. 7ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തിയ ഒരാൾ, ഒരു ഫാക്ടറി തൊഴിലാളി, അവിടെ നിന്ന് മുഖ്യമന്ത്രി പദവി വരെ എത്തുക. ഈ യാത്ര ഇന്നത്തെ കാലത്ത് നേതൃത്വത്തെക്കുറിച്ചും സാമൂഹിക മാറ്റത്തെക്കുറിച്ചും സാധാരണക്കാരന് രാഷ്ട്രീയത്തിൽ എന്ത് സ്ഥാനമുണ്ട് എന്നതിനെക്കുറിച്ചുമെല്ലാം എന്ത് ചിന്തകളാണ് നൽകുന്നത്? അതൊരു നല്ല ചോദ്യമാണ്. അത് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഈ വിശകലനത്തിൽ പങ്കുചേർന്നതിന് നന്ദി.